ക്യാപ്റ്റന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കിയ ഒരു വിജയത്തിന് ശേഷം രാജസ്ഥാൻ അടുത്ത മത്സരത്തിന് ഇറങ്ങാൻ പോവുകയാണ്. ഗുജറാത്താണ് എതിരാളികൾ. നമുക്കറിയാം ഗുജറാത്തും രാജസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങളുടെ ഒരു ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു സമ്പൂർണ്ണ ആധിപത്യം, അതെ ഏകപക്ഷീയമാണ്, ഒരു സമ്പൂർണ്ണ ആധിപത്യം ഗുജറാത്തിനുണ്ട്. ആകെ 6 മത്സരങ്ങളിൽ 5 തവണയും ഗുജറാത്ത് വിജയിച്ചിട്ടുണ്ട്. ഒരു തവണ മാത്രമാണ് രാജസ്ഥാന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അടുത്ത മത്സരം അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം അഹമ്മദാബാദിൽ 2 മത്സരങ്ങളിൽ ഗുജറാത്ത് കളിച്ചതിൽ ആദ്യ മത്സരം പഞ്ചാബുമായിട്ട് പരാജയപ്പെട്ടു. പക്ഷേ രണ്ടാമത്തെ മത്സരം അവർ ശക്തമായ വരവ് നടത്തിയിട്ടുണ്ട്, ഒരു വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസിനെതിരെ. അപ്പോൾ രാജസ്ഥാനെ സംബന്ധിച്ച് ഒരു എല്ലാ ഘടകങ്ങളും ഒത്തുവന്ന ഒരു വിജയമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ അവർ സ്വന്തമാക്കിയത്. അതേ ഒരു പ്രകടനം രാജസ്ഥാന് ഗുജറാത്തിനെതിരെ തുടരാൻ കഴിയുമോ, പ്രത്യേകിച്ച് ചരിത്രം ഈ രീതിയിലെതിരെ നിൽക്കുന്ന സമയത്ത്? അല്ലെ, നമ്മളിപ്പം കടലാസിലെ കണക്കുകളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കളി ഇപ്പം എന്താ സംഭവിക്കുന്ന കളിയിൽ കളത്തിലിറങ്ങി കഴിയുമ്പോൾ പറയാൻ പറ്റൂ. ഇപ്പം നിലവിൽ രണ്ട് ടീമിനെ വെച്ച് നോക്കുമ്പോൾ രണ്ടും ഗുജറാത്തായിട്ട് 2ാമത്തെ സ്ഥാനത്തുള്ള ടീമാണ്. 2ാമത്തെ 3ാമതാണ് എനിക്ക് തോന്നുന്നു പോയിന്റ് പിടിക്കൽ. 4 മത്സരങ്ങളിൽ 3 ജയിച്ചു 2ാം സ്ഥാനത്താണ്. രാജസ്ഥാൻ 7ാം സ്ഥാനത്തുള്ളത്. 4 അല്ല, നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോയിന്റാണ്, കാരണം ഇത് മാറാം, പോയിന്റ് ടേബിൾ മാറി ശരിയാണ്. അത് എങ്കിലും ഒരു ആധിപത്യം കാണിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ നിലവിലൊരു ഫോം പറയാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴും നോക്കുമ്പോൾ ഒരു ഇത് കൂടുതലായിട്ടുള്ളത് ഗുജറാത്ത് തന്നെയാണ്. പക്ഷേ അതിൽ ഏറ്റവും വലിയൊരു ഘടകം ഞാൻ കാണുന്നത്, രാജസ്ഥാൻ അനുകൂലമായി കാണുന്നത്, സഞ്ജു ക്യാപ്റ്റൻസിലേക്ക് തിരിച്ചെത്തിയത് തന്നെയാണ്. കഴിഞ്ഞ മത്സരം നമ്മൾ കണ്ടാണ്. ഇപ്പോൾ അതിന് മുന്നേ കളിച്ച 3 മത്സരങ്ങളിൽ 1 മാത്രം ജയിക്കാനാണ് പറ്റിയത്. പക്ഷേ സഞ്ജു തിരിച്ചെത്തിയുടെ ഒരു മികച്ച ജയം നേടാൻ വേണ്ടിയിട്ട് രാജസ്ഥാന് പറ്റിയിട്ടുണ്ട്. ബാറ്റ്സ്മാൻമാരും ബോളർമാരും ഒരുപോലെ തിളങ്ങിയിട്ടുണ്ട്. ബോളർമാരെ കൃത്യമായി വിനിയോഗിക്കുക, അത് എല്ലാവരും സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി എല്ലാവരും പുകഴ്ത്തിയൊരു കാര്യമാണ് വന്നത്, ഈ ബോളർമാരെ കൃത്യമായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ച രീതി. അപ്പോൾ സഞ്ജുവിൻ്റെ ക്യാപ്റ്റന് ആ ടീമിലെ പ്ലെയേഴ്സിനൊക്കെ നന്നായിട്ട് അറിയുന്ന ക്യാപ്റ്റന് കയ്യിൽ കിട്ടുമ്പം ഇപ്പം എതിർവശത്ത് ഗുജറാത്ത് ആണെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു. മികച്ച മത്സരം ഗുജറാത്തിനെ ഈ കണക്കിൽ നോക്കിയിട്ട് നമ്മളവരുടെ പിന്നിലാണെന്നൊരു മൈൻഡ് സെറ്റോടെ ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഗുജറാത്തിനെയും പിടിക്കാൻ പറ്റുന്ന ടീമിനെയാണ് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ. മികച്ച മത്സരം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ രാജസ്ഥാനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യ മത്സരത്തിൽ അവരുടെ പ്രശ്നം ബോളിംഗ് ആയിരുന്നു. ബോളിംഗ് എന്ന് പറയുമ്പോൾ പേര് കേട്ട ആർച്ചർ ഉൾപ്പെടെയുള്ള താരങ്ങൾ വലിയ രീതിയിൽ വഴങ്ങുന്ന ഒരു സമയം, നമ്മൾ എല്ലാ സമയത്തും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു സമയം. അതൊരു റെക്കോർഡ്, അത് 286 റൺസ് കരിയറിൽ എപ്പോഴും കേൾക്കേണ്ടത് തന്നെയായിരിക്കും അത്. T20 4 ഓവറിൽ 76 റൺസ്. പിന്നീട് നടന്ന മത്സരത്തിൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ ഒരു പ്രശ്നം നേരിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ റിയം പരാഗൊക്കെ ഒരുപാട് വിമർശനങ്ങൾക്ക് സ്ഥാനക്കയറ്റമായിട്ട് വന്നിട്ട് മത്സരം. 3ാമത്തെ മത്സരം CSK പറയുമ്പോൾ CSK നമുക്കിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടീമിനും തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ടീം, 2 റൺ കൊടുക്കാൻ വേണ്ടിയിരിക്കുന്ന ടീമാണ്. 2 പോയിന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീമായിട്ട് CSK ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാറിയിട്ടുണ്ട്. പക്ഷേ ആ മത്സരത്തിൽ ആർച്ചർ ഒരു തിരിച്ചുവരവിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3ാമത്തെ മത്സരം നമുക്കറിയാം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ്. പ്രധാനമായും 3 ഘടകങ്ങൾ. ഒന്ന്, നമുക്കറിയാം പഞ്ചാബ് വളരെ ശക്തിയായിട്ട് നിൽക്കുന്ന ഒരു ടീമിനെതിരെ രാജസ്ഥാൻ ജയിക്കുന്നതിലേക്ക് നയിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനകത്ത് ഉള്ള ഒരു ഘടകം എന്ന് പറയുമ്പോൾ ബാറ്റിങ്ങിൽ ഒരു ബെറ്റർ പെർഫോമൻസ്, ടോപ്പ് ഓർഡറിൽ ഒരു ബെറ്റർ പെർഫോമൻസ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ജയ്സ്വാൾ ആണെങ്കിലും ഫോമിൽ എത്തുകയും സഞ്ജു ഒരു മികച്ച രീതിയിൽ പിന്തുണ കൊടുക്കുകയും ആദ്യമായിട്ട് ഈ സീസണിൽ അവരുടെ ടോപ്പ് ഓർഡർ പവർ പ്ലേക്ക് പുറത്തേക്ക് കളിച്ചു എന്നുള്ളതാണ്. 10 ഓവർ കളിച്ചു, 89 റൺസ് എടുത്തു എന്നുള്ളത് തന്നെ. രണ്ടാമതായിട്ട് ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള, ഇപ്പം എല്ലാം കൂടി ഒത്തു വന്നപ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരു പരീക്ഷണങ്ങൾ അവർക്ക് നടത്തേണ്ടി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഹസരംഗനെ പോലുള്ള ഒരു താരത്തെ ടോപ്പ് ഓർഡറിൽ കയറ്റി വിടുകയും അത് പരാജയപ്പെടുകയൊക്കെ ചെയ്യുന്ന അത്തരം പരീക്ഷണങ്ങളൊന്നും ആ മത്സരത്തിൽ വേണ്ടി വന്നില്ല. മറുവശത്ത് ബോളർമാർ എന്താണോ ടീമിന് ആ സമയത്ത് ആവശ്യമുള്ളത്, ആരാണോ ആർച്ചർ അത് കാണാൻ വേണ്ടി പറ്റും. അതെ, ആർച്ചർ ഫസ്റ്റ് ഓവറിൽ തന്നെ അവരുടെ പഞ്ചാബിൻ്റെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള 2 താരങ്ങളെയാണ് വീഴ്ത്തുന്നത്. പ്രിയാൻ ഷാരിനെ വീഴ്ത്തുന്നത്, ശ്രേയസ് അയ്യരെയും പുറത്താക്കുന്നത്. അപ്പോൾ ഒരു ശക്തമായ തിരിച്ചുവരവ് രാജസ്ഥാന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സഞ്ജു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടീമിനൊരു റിതം, എന്താണോ ടീമിന് വേണ്ടത് ആ ഒരു സംഭവം എത്താൻ പറ്റിയിട്ടുണ്ട്, അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ T20 എന്ന് പറയുമ്പോൾ വലിയ ബാറ്റിംഗ് നിരയും വലിയ ബോളിംഗ് നിരയും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, എല്ലാ ഘടകങ്ങളും ഒത്തുവരിക എന്നുള്ളതാണ്. അങ്ങനെ സെറ്റായിട്ടൊരു ബാലൻസ് ടീമിനകത്ത് കൊണ്ടുവന്നു. ടോപ്പ് ഓർഡറിൽ ബാറ്റർമാർ മികച്ച ഫോമിലേക്ക് എത്തിയപ്പോൾ റിയൻ പരാഗും ആത്മവിശ്വാസം വീണ്ടെടുത്തു, അദ്ദേഹം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതെ, തീർച്ചയായും ആ ഒരു വലിയൊരു മാറ്റമാണ്. ഇപ്പം ഒന്ന് നായകന്റെ ഇതും മാറുന്നതാണോ അറിയില്ല, നമുക്ക് ആ ഒരു പ്രഷർ പോയ പോലെയാണ് അദ്ദേഹം. അതാണ് വേണ്ടത്. ഇപ്പം
പരാഗിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. കഴിഞ്ഞ സീസണിലെ ടോപ്പ് സ്കോറർ ആയിരുന്നു, പരാഗ് ഫോമിലേക്ക് എത്തുകയായിരുന്നു വേണ്ടത്. ആർച്ചർ എന്താണോ ടീം പ്രതീക്ഷിക്കുന്നത് കൊടുക്കുകയായിരുന്നു വേണ്ടത്. ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം ആർച്ചറിന്റെ പ്രകടനം തന്നെയാണ്. ഇപ്പോൾ ഏതൊരു ബാറ്റും ആർച്ചറിനൊപ്പം തന്നെ സന്ദീപ് ശർമ്മയും മഹേഷ് തീക്ഷണയും മികച്ച രീതിയിലുള്ള ഒരു പിന്തുണ കൊടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹസരംഗ ചെന്നൈക്കെതിരെ 4 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ബൗളർമാർ ഞാൻ പറഞ്ഞതാണ്, ബോളിംഗ് പടം നല്ല പടമായിരുന്നു. അത് നയിക്കാൻ വേണ്ടി ആർച്ചർ നമ്മളിപ്പം മുംബൈക്ക് ബൂമറേനെ പറയുന്ന പോലെ, നമ്മൾ ബോൾട്ടിനെ പറയുന്ന പോലെ നമുക്കിവിടെ ഒരാളേ ഉള്ളൂ, അത് ആർച്ചർ തന്നെയാണ്. സന്ദീപ് ശർമ്മ ഒരിക്കലും താഴ്ത്തിക്കെട്ടുമല്ല. സന്ദീപ് ശർമ്മ എല്ലാ സീസണിലും മികച്ച രീതിയിൽ പിന്നെ ഇങ്ങനെ അല്ല, ഞാൻ വളരെ രസകരമായിട്ടൊരു ഇത് കണ്ടതാണ്, ട്രോള് കണ്ടതാണ്. ഒരാൾ വന്നിട്ട് നല്ല എറിയും, ഒരാൾ വന്നിട്ട് പതുക്കെ എറിയുന്നു. ആർച്ചർ വന്നിട്ട് ഭയങ്കര എറിയും, ഭയങ്കര ഇതിലെറിയും. സന്ദീപ് ശർമ്മ വന്നിട്ട് പതുക്കെ എറിയും. ഇത് മനസ്സിലാവേണ്ടത് എവിടേക്ക് പോകും. അതാണ് അല്ലെ ഇപ്പോൾ പറഞ്ഞ പോലെ. ഇപ്പം ആർച്ചർ തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ, ആർച്ചറിൻ്റെ ഫോമിലെത്തിയിട്ടുണ്ടെങ്കിൽ ഏത് ബാറ്റിംഗ് നിരയും പിന്നെ ഒന്ന് വിറപ്പിക്കാൻ വേണ്ടി വരുന്ന താരാണ്. അപ്പം ഹൈദരാബാദിനോട് ഈ 76 കണക്ക് അദ്ദേഹത്തിന് ശാപമായിട്ടവിടെ കിടക്കുമെങ്കിലും ഈ കഴിഞ്ഞ ദിവസത്തെ തിരിച്ചു വന്നാൽ അദ്ദേഹം ഇനി തിരിച്ച് വന്ന് പറ്റും. സഞ്ജു കൃത്യമായി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതൊരു നല്ല നായകനിൽ ആർച്ചറിനുള്ളൊരു വിശ്വാസം ഉണ്ടാകും തൻ്റെ നായകനിൽ. ആ ഒരു ടീമിൻ്റെ ഇപ്പോൾ സഞ്ജു പറഞ്ഞ റിതം കിട്ടിക്കഴിയുമ്പം ഇപ്പം ചെന്നൈ പോലുള്ള ടീമുകൾ ഇപ്പോഴും ആ റിതം കണ്ടെത്താൻ പറ്റാതെയാണ് പ്രശ്നമായി നിൽക്കുന്നത്. ടീമിന് ഈ പറഞ്ഞ റിതം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല. ഇപ്പം ഓരോ മത്സരത്തിൻ്റെ റിസൾട്ടോ അതിനെ പെട്ടെന്നൊന്നും ബാധിക്കുന്നില്ല. ടീമിനെ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ കളിയിൽ മുംബൈയുടെ തിരിച്ചുവരവ് മത്സരം തോറ്റു. മുംബൈ തോറ്റില്ലെങ്കിലും ആ ടീമിൻ്റെ സെറ്റായിട്ടുണ്ടെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. ഒരു അവസാന നിമിഷം ജയിക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിലും. അതുപോലെ രാജസ്ഥാൻ ഇപ്പോൾ ഒരു റിതം കണ്ടെത്തിയിട്ടുണ്ട്. അതെ, തീർച്ചയായും. ഇപ്പം നമ്മൾ ആ റിതം കണ്ടെത്തുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ പറഞ്ഞ സമയത്ത്, അതായത് സഞ്ജുവിൻ്റെ തിരിച്ചുവരവ് ടീമിനൊരു പോസിറ്റീവ് ഘടകമായി മാറി എന്ന് പറഞ്ഞപ്പോൾ പലരും ചോദിച്ചു, എന്താ സഞ്ജു വന്നിട്ട് സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയോട് മാത്രമാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പല കമന്റുകളും കണ്ടു. പക്ഷെ ഞാൻ പറയട്ടെ ഒരു കാര്യം, ഒരു ടീമിനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാപ്റ്റനായിട്ട് ഒരാളെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാപ്റ്റൻസി, നമുക്കറിയാം സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയുടെ കീഴിൽ എത്ര നന്നായിട്ടാണ് രാജസ്ഥാൻ കളിച്ചുകൊണ്ടിരുന്നത്. അത് അവസാന സമയത്ത് അല്ലെങ്കിൽ അയ്യോ ക്യാപ്റ്റൻ കളിക്കുന്നില്ല, ആദ്യത്തെ 3 മത്സരങ്ങൾ വേറെ ക്യാപ്റ്റനാണ്, സഞ്ജു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്നത് പറയുമ്പോൾ മൊത്തത്തിൽ ടീമിന്റെ ഒരു ബാലൻസ് നഷ്ടപ്പെടാനുള്ള താരങ്ങളെ മൈൻഡ് സെറ്റിന് വരും. അത് ഈ കണക്ക് മാഷ് വന്നില്ല പറഞ്ഞാൽ ഒരു ഇത് ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ നായകൻ ഇല്ല അറിയുമ്പോൾ ഒരു 3 മത്സരം പോട്ടെ, അതിന് ശേഷം നോക്കാനുള്ള രീതിയിലേക്ക് എല്ലാവരും മാറുന്നൊരു പ്രശ്നമാണോ എന്ന് സംശയമുണ്ട്. കാരണം അങ്ങനത്തെ രീതിയിലായിരുന്നു കളിച്ചില്ല എന്നല്ല പറഞ്ഞത്. ഒരു ഇതായിരുന്നു, ഒരു സെറ്റാവാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ സഞ്ജു എത്തിയപ്പോഴേക്കും ആ സെറ്റ് അത് തിരിച്ചെത്തി. എല്ലാവരും പിന്നെ ഊർജ്ജത്തോടെ വന്നു, കളിക്കുന്നു, ആ ടീമിന് വേണ്ടത് കൊടുക്കുന്നു, അതിൻ്റെ റിസൾട്ട് കാണുന്നു. ഇപ്പോൾ മറുവശത്ത് നമ്മൾ ഗുജറാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, രാജസ്ഥാൻ തോൽപ്പിച്ച പഞ്ചാബിനായിട്ടാണ് ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് പരാജയപ്പെട്ടിട്ടുള്ളതാണ്. ആ മത്സരത്തിൽ പഞ്ചാബ് 243 റൺസ് നേടുകയും 232 GT എത്തുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സായ് സുദർശനെ പോലുള്ള ഒരു താരത്തിൻ്റെ മികച്ച ഫോം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഓപ്പണിങ്ങിൽ സായ് സുദർശൻ അല്ലെങ്കിൽ ഗില്ല്, ഇതിൽ ആരെങ്കിലും ഒരാൾ ഫോമിൽ എത്തുന്നു എന്നുള്ളതാണ് അവർക്ക് പോസിറ്റീവ്. ഇപ്പോൾ ആദ്യത്തെ 3 മത്സരങ്ങളിലും സായ് സുദർശൻ 2 അർദ്ധ സെഞ്ചുറിയും ഒരു 49 ഔട്ടാവുകയും ചെയ്ത് അവസാന മത്സരത്തിൽ അദ്ദേഹം പെട്ടെന്ന് ഔട്ടായപ്പോൾ ഗില്ല് ഫോമിലെത്തി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതെ, അവരുടെ ബാറ്റിംഗ് നിര വളരെ ശക്തമാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ വാഷിംഗ്ടൺ സുന്ദറൊക്കെയാണ് 49 റൺസ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ പ്രശ്നമുള്ളത് ബോളിങ്ങിലെ പ്രശ്നം എന്ന് പറയുമ്പോൾ സിറാജിന്റെ ഒരു ഫോം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 മത്സരത്തിൽ കഴിഞ്ഞ 2 മത്സരത്തിൽ അദ്ദേഹം മാൻ ഓഫ് ദ മാച്ച് ആയിട്ടുണ്ട്. 17 റൺസ് ഇട്ട് 3 വിക്കറ്റ്, 19 റൺസ് കൊടുത്തിട്ട് വിക്കറ്റ്. ഇത്രയും ആ ഒരു മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ബാംഗ്ലൂരിനോട് നമ്മൾ ഈ പറയുമ്പോൾ തന്നെ ബാംഗ്ലൂരിനോടാണ് 4 വിക്കറ്റ് എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു സിറാജ് എടുത്ത് വന്നത്. അപ്പോൾ സിറാജിൻ്റെ ഇപ്പം ഈ പറഞ്ഞ ഇവിടെ ആർച്ചറാണെങ്കിൽ അവിടെ സിറാജ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഗില്ലിന് ഏറ്റവും വിശ്വസ്തമായ ഒരു ബോളിംഗ് ഇപ്പം സിറാജ് തന്നെ ആയിരിക്കും. സിറാജിൻ്റെ നമുക്കറിയാം, പിന്നെ ചെണ്ട സിറാജ് എന്നൊക്കെ പറഞ്ഞ് വിമർശനം ഒരുപാട് കേട്ട താരമായിരുന്നു. പക്ഷെ അദ്ദേഹം തിരിച്ചുവരവ് വലിയൊരു ഇത് തിരിച്ചുവരവ് എന്ന് പറയുമ്പോഴേ പഞ്ചാബിനായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ബൗളർമാർ റാഷിദ് ഖാൻ 4 ഓവറിൽ 48 റൺസ്, സിറാജ് 4 ഓവറിൽ 54 റൺസ്, പ്രസീദ് കൃഷ്ണ 3 ഓവറിൽ 41 റൺസ്, റബാദ 4 ഓവറിൽ 41 റൺസ്. അതായത് എല്ലാവരും ടീമാണ് അത് കാണണം. അതെ. പിന്നെ അവര് മുംബൈനായിട്ടും RCBനായിട്ടും SRHനായിട്ടുള്ള മത്സരത്തിൽ ഇപ്പോൾ മുംബൈനായിട്ട് നോക്ക്, സായ് സുദർശൻ വീണ്ടും 50 അടിക്കുന്നത്. ഗില്ലിന്റെ ഒരു ബട്ട്ലർ നല്ല ഫോമിലാണ്. ബട്ട്ലറും രാജസ്ഥാനും തമ്മിലെ കളിയാണ്, അതുകൂടെ കണ്ടിട്ടോ. അതും ഉണ്ട് കേട്ടോ, അതൊരു ചരിത്ര സാധനം തന്നെയാണ്. ജോസേട്ടർ ഇല്ലാണ്ട് അവർ ജോസേട്ടനെതിരെ കളിക്കാൻ വേണ്ടി പോയി സഞ്ജു ടീമും. അതെ, ഇപ്പോൾ മുംബൈനായിട്ടുള്ള മത്സരത്തിൽ ഗുജറാത്ത് 196 റൺസ് എടുക്കുന്ന, മുംബൈനെ 160 റൺസിൽ ഒതുക്കുന്ന സമയത്ത് സിറാജ് ഒരു തിരിച്ചുവരവിൻ്റെ ഒരു ലക്ഷണം കാണിക്കുന്നുണ്ട്. 2 വിക്കറ്റ് എടുക്കുന്നുണ്ട്, 34 റൺസ് വഴങ്ങിയിട്ട്. ആ കളി പ്രസീദ് കൃഷ്ണ 4 ഓവർ എറിഞ്ഞിട്ട് 18 റൺസ് 2 വിക്കറ്റ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴേ, അതായത് എനിക്ക് പറയാനുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റാഷിദ് ഖാൻ്റെ കാര്യം പറഞ്ഞു. റാഷിദ് ഖാൻ 4 ഓവറിൽ 48 റൺസ് എന്ന് പറഞ്ഞ് അടുത്തൊരു മത്സരത്തിൽ റാഷിദ് ഖാൻ 4 ഓവറിൽ 54 റൺസ് വഴങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അത് റാഷിദ് ഖാൻ എന്താണ് പറ്റിയെന്നുള്ളതാണ്. അല്ല, ഈ നമ്മൾ പിന്നെ അത്രയും പ്രതീക്ഷിക്കുന്ന കുറേ താരങ്ങൾക്കൊക്കെ ബോളർമാർക്കൊക്കെ ഇങ്ങനെ പറ്റുന്നുണ്ട്. ഈ ആർച്ചറിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഒരു ഫോം കണ്ടെത്താൻ പറ്റാണ്ട് ഒഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ റാഷിദ് ഖാൻ കേസ് തന്നെയാണ്. ഇപ്പം
നമുക്കറിയാം ഈ ഗുജറാത്ത് ടീമിൽ ബോളർമാർ നോക്കുമ്പം ഈ പറഞ്ഞ റബാഡ, സിറാജ് ഇവരൊക്കെ ഉണ്ടെങ്കിലും റാഷിദ് ഖാൻ ഉണ്ട് പറയുമ്പോൾ നമ്മൾ വരുൺ ചക്രവർത്തിനും സുനിൽ നരൈനൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ബൂമറയെ പറയുന്ന പോലെ 4 ഓവർ അവിടെ കുറഞ്ഞു എന്ന് കണക്ക് കൂട്ടുന്ന എതിർ ടീമുകൾ ഉണ്ടായിരുന്ന RCB 169 റൺസ് എടുക്കുമ്പോഴാണ് 4 ഓവർ എറിഞ്ഞിട്ട് 54 റൺസ് റാഷിദ് ഖാൻ വഴങ്ങുന്നത്. അപ്പം നോക്ക് ബാക്കിയുള്ള ബോളർമാർ 16 ഓവർ എറിഞ്ഞിട്ട് എത്ര റൺസാണ് വഴങ്ങിയിട്ടുള്ളത്? ആകെ 115 റൺസ് എന്നുള്ള അത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ SRHനെതിരെയുള്ള മത്സരത്തിൽ SRH 152 റൺസ് എടുത്തതിൽ 53 റൺസും കൊടുത്തത് 4 ഓവർ എറിഞ്ഞ ഇഷാന്ത് ശർമ്മയാണ്. ബാക്കിയുള്ള ബോളർമാരാണ് 16 ഓവർ എറിഞ്ഞിട്ട് ഒരു താരം കൊണ്ട് കളി കളയാന്നല്ലേ. അതായത് നോക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അവർ ബോളിങ്ങിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ 2-3 മത്സരങ്ങളിൽ അവർ മികച്ച രീതിയിൽ ബോൾ ഉണ്ടെങ്കിൽ പോലും ഒരു താരം മികച്ച രീതി എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് റൺസ് വഴങ്ങുന്ന ഒരു സാഹചര്യം അവർക്കുണ്ട്. പക്ഷേ ബാറ്റിങ്ങിൽ അവർ സ്ട്രോങ് തന്നെയാണ്. ഇപ്പോൾ സായ് സുദർശൻ ആണെങ്കിലും ഗില്ല് ഫോമിലെത്തി, ബട്ട്ലർ ഉണ്ട്, റുദർഫോർഡ് എല്ലാ മത്സരങ്ങളിലും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പറയാത്ത താരങ്ങളും ഉണ്ടാവും ഇതുപോലെ. അത് ബാറ്റിങ്ങിലും വെടിക്കെട്ട് താരങ്ങൾ തന്നെ അവിടെ താരങ്ങളായിട്ട് ഉയർന്നു വരുന്നുണ്ട്, ടീമിന് സംഭാവന കൊടുക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് IPL മുമ്പ് അതായത് ടീമുകൾക്ക് ഒരു സ്കോർ കൊടുക്കുന്നതിൽ മൈക്കൽ വോൺ 9 സ്കോർ കൊടുത്തിരുന്നത് GTക്കാണ് അദ്ദേഹം 9 സ്കോർ കൊടുത്തത്. അന്ന് നമ്മൾ ചർച്ച ചെയ്തത് GT 9 ഉണ്ടോ എന്നുള്ളത്. പക്ഷെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഒരു താരം അല്ലെങ്കിൽ വേറൊരു താരം സുന്ദറിന്റെ പേര് ഇപ്പൊ പറഞ്ഞില്ല. അതെ, സുന്ദർ കഴിഞ്ഞ കളി 49 റൺസ് അദ്ദേഹം നേടി. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ബട്ട്ലർ ഡക്കാവണം ആ മത്സരത്തിൽ. പക്ഷെ കുഴപ്പമില്ലാത്ത ബട്ട്ലർ ഇപ്പം ഞാൻ കാത്തിരിക്കുന്നതാണ്. ബട്ട്ലർ 4 ഇന്നിങ്സുകളിൽ നിന്ന് അദ്ദേഹം 2 അതല്ല രാജസ്ഥാനോട് കളിക്കുന്നതാണ് കാണാൻ കാത്തിരിക്കുന്നത്. ബാക്കി ഇപ്പം ബട്ട്ലറിന്റെ ഫോം അറിയാം. ബട്ട്ലർ ഫോം ആണെങ്കിലും അല്ലെങ്കിലും രാജസ്ഥാനായിട്ട് കളിക്കുമ്പം ഒരു ഈ സിറാജും ബാംഗ്ലൂരും കളിച്ച പോലെ ഒരു ഇമോഷണൽ ഒരു വൈകാരിക നിമിഷം ഉണ്ടാവല്ലോ. അതിപ്പോൾ എങ്ങനെയാണ് വരുന്നത്? സഞ്ജു വിക്കറ്റ് സഞ്ജു സ്റ്റെമിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് അതൊരു കളി കാണാനുള്ളൊരു മൊമെന്റം അതൊരു ഇത് തന്നെയാണ്. കാരണം ജോസേട്ടനെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ആരാധകരുണ്ട്. അപ്പം താരം പോയി കഴിഞ്ഞു, പക്ഷേ താരം നമുക്കെതിരെ കളിക്കാൻ വരുമ്പോൾ ഓരോ 6 പോകുമ്പോൾ നെഞ്ച് കീറുമെന്ന് നെഞ്ചിലിട്ടുള്ള അടി കിട്ടുന്നത് ആ ഒരു ഇതുണ്ടാവും. അപ്പം അത് ബട്ട്ലറിന് തിളങ്ങാൻ പറ്റട്ടെ, രാജസ്ഥാൻ എറിഞ്ഞിടാനും പറ്റട്ടെ. തീർച്ചയായിട്ടും. ഇപ്പോൾ രാജസ്ഥാൻ ആരാധകരെ സംബന്ധിച്ചിട്ട് ഓരോ കളിയും വളരെ ഇമോഷണൽ ആയിട്ടുള്ള രീതിയിലാണ് അവർ ഇത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. അവർ ഓരോ മത്സരം വരുന്ന സമയത്തും ആരാധകർ വളരെയധികം ഇമോഷണൽ ആവുന്നുണ്ട്. അപ്പോൾ സഞ്ജുവിൻ്റെ തിരിച്ചുവരവ് അതുപോലെ തന്നെ തുടർച്ചയായ 2 വിജയം നൽകുന്ന ഒരു ആത്മവിശ്വാസം, അതും അതായത് ശക്തരായ പഞ്ചാബിനെ തോൽപ്പിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസം രാജസ്ഥാൻ ഉണ്ട് എന്നുള്ളതാണ്. അതെ ഒരു വശത്ത്. മറുവശത്ത് ഗുജറാത്തിനെ സംബന്ധിച്ച് ആദ്യ മത്സരം പരാജയപ്പെട്ടതിന് ശേഷം 3 മത്സരങ്ങൾ തുടർച്ചയായി RCBക്കെതിരെയും മുംബൈക്കെതിരെയും SRHനെതിരെയും വിജയിച്ചതിൻ്റെ ഒരു ആവേശം കൂടി അവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒരു 2 ടീമുകളും തുല്യ ശക്തികളാണ് എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ RCBയുടെ ഒരു കമ്പാരിറ്റീവ്ലി രാജസ്ഥാനാണ് രാജസ്ഥാനേക്കാളും ഒരു ശക്തി ഗുജറാത്തിന് കണക്കുകളിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. 6 മത്സരങ്ങളിൽ നിന്ന് 5 മത്സരം അവർ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. പക്ഷേ ഗുജറാത്തിനെതിരെ ജയിച്ച മത്സരങ്ങളുടെ എണ്ണം 2 മാറ്റാൻ രാജസ്ഥാനെ അത്ര വിയർക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് എന്തായാലും മത്സരത്തിൽ തന്നെയാണ് ഓരോ മത്സരം ഏത് രീതിയിലാണ് പോകുക എന്നുള്ളത് ആ മത്സരത്തിൻ്റെ ദിവസം മാത്രമേ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയൂ. എന്തായാലും മികച്ച മത്സരം തന്നെ ഈ 2 ടീമുകളും തമ്മിൽ നമുക്ക് കാണാനാകട്ടെ. തീർച്ചയായും.